ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഗൈസ് ഒരു ബോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും വേസ്റ്റ് കൊണ്ടുള്ള ഒരു ബോട്ട്. വീട്ടിലുള്ള വേസ്റ്റ് കൊണ്ടാണ് നമ്മൾ ബോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന എല്ലാ സാധനങ്ങളും വെച്ച് നമ്മളൊരു ബോട്ട് ഉണ്ടാക്കാൻ പോകുന്നു. ഗൈസ്, നമ്മൾ ഇതെല്ലാം വേസ്റ്റ് സാധനം വെച്ചാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാം കളക്ട് ചെയ്താല ഗൈസ്. നമുക്കിത് ഫ്ലെക്സിന് ഉപയോഗിച്ചില്ലേ, അതിന് വേസ്റ്റ് വന്ന സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഫുൾ വേസ്റ്റ് സാധനങ്ങൾ വെച്ചാൽ മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഗൈസ്, വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ വലിയ മഴയാണ്ടാണ് നമ്മൾ ഈ സാധനം തന്നെ സെറ്റ് ചെയ്ത്. പക്ഷെ നമ്മൾ എന്ത് വേസ്റ്റ് എടുക്കുന്ന പിന്നെ സാധനങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടണം, അത് മെയിനാണ്. ഗൈസ്, ഇത് ഇത്ര ദിവസം നമ്മൾ ഇവിടെ നിന്നിട്ടുള്ള വേസ്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലത്തെ ബോട്ടിൽസ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ഇതുപോലത്തെ ബോട്ടിൽസ് ആണ് നിറയെ വേണ്ടത്. ഗൈസ്, നമുക്ക് ഏകദേശം 2 കവർ തുറന്നപ്പോൾ തന്നെ ഇത്രയും കുപ്പികൾ കിട്ടി ഗൈസ്. ഇത്ര 2 കവർ തുറന്നപ്പോൾ തന്നെ. ഇനി നമുക്ക് അടുത്ത കവറെല്ലാം തുറക്കണം. അടുത്ത ഗൈസ്, നമുക്ക് എടുത്ത ബോട്ടിൽസ് എല്ലാം വാഷ് ചെയ്യണം. ഒരു കവർ നിറഞ്ഞിട്ടുണ്ട്, നമുക്ക് അത് ഇരുന്നിട്ട് വാഷ് ചെയ്യാം. പാട് സത്യം പറഞ്ഞാൽ ഞാൻ ജോസ്റ്റേട്ടന് മാത്രം ചെയ്യുന്നുണ്ട്, ആനയില്ല, ഹെൽപ്പിന് ആരുമില്ല. പക്ഷെ നമ്മൾ ഒരു സാധനം തുടങ്ങിയാൽ അത് തീർക്കാതെ വിടത്തില്ല ഗൈസ്. ഗൈസ്, നമുക്ക് ആദ്യം വേണ്ടത് ബേസ് സെറ്റ് ചെയ്യണം. ബേസ് സെറ്റ് ചെയ്താലേ നമുക്ക് ബാക്കി പരിപാടികളെല്ലാം പോകാൻ പറ്റത്തുള്ളൂ. ബോട്ട് പല രീതിയിൽ ബേസ് വരും. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം. ഇതാണ് ഗൈസ് നമ്മുടെ ബോട്ടിന്റെ അളവ്, സൈസും കാര്യങ്ങളെല്ലാം. ഇനി ഇതിലാണ് നമ്മൾ ആണി അടിച്ച് വെക്കേണ്ടത്. ഭയങ്കര കൊതുക് ഗൈസ്. നമ്മളിത് ഒരു സൈഡ് ഫുൾ അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഈ സൈഡ് കമത്തിയിട്ട് അടിക്കാം. ഓ, അത്യാവശ്യം വെയിറ്റ് ആയി കേട്ടോ. താഴ്ന്ന് സെറ്റ് ചെയ്ത ബേസും സാധനങ്ങളെല്ലാം നമ്മൾ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഓരോ സൈസിലുള്ള കുപ്പി ആദ്യം ഒരുപോലെ ആക്കണം. മിനറൽ വാട്ടർ എല്ലാം ഞാൻ എടുക്കാം. നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിത് ടാപ്പ് ചെയ്യാൻ പോണത്. ഇനി നമ്മളിത് ടാപ്പ് ചെയ്ത് സെറ്റ് ആക്കാൻ പോകണം. നമ്മൾ എത്രത്തോളം പ്രഷറിൽ വെക്കുമോ അത്രയും ടൈറ്റ് ആയിട്ടിരിക്കും ഗൈസ്. നമ്മൾ ഫസ്റ്റത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ 3 ലെയറൂടെ ഉണ്ട്. നമുക്ക് രണ്ടാമത്തെ ലെയർ ചെയ്യാം. നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത് അപ്പോൾ ഒരു ഫുൾ ഫിൽ ആവുന്നില്ല, വലിയ ഗ്യാപ്പുകൾ കിടക്കുന്നു. ഗ്യാപ്പ് നിറയ്ക്കാൻ നമ്മുടെ കയ്യിൽ സാധനമുണ്ട്, വലിയ കുപ്പികൾ. ആനിയുടെ ഓഫീസിൽ നിന്ന് ആനി ആയുധങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എന്താ ഡെഡിക്കേഷൻ. വാ, കാണുമ്പോൾ വിചാരിക്കും എളുപ്പ പരിപാടിയെന്ന്, പക്ഷെ ഇതിലും ഉണ്ട് എഫേർട്ട്. പിടിച്ചിരിക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, അവര് പിടിച്ചിരിക്കണ്ട തൂങ്ങി നിക്കണം അവര്. നമ്മള് ഇവിടെ വെച്ചാണ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കാണുമ്പോ നിങ്ങൾക്ക് ബോട്ടിന്റെ ബേസ് ആയിട്ട് തോന്നില്ലെങ്കിലും
ഫൈനലൗട്ട് ഇത് കറക്റ്റ് ബോട്ടാവും. കമ്പിലോട്ട് ബോട്ടിൽസ് എല്ലാം കെട്ടാൻ പോകുന്നു, ടാപ്പ് ചെയ്യാൻ പോണു. ഫസ്റ്റ് ലെയർ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വലിയ ഇത് കൂടെ വെക്കാൻ പോണം, എങ്കിലും ആ ഒരു ഇത് പൊന്തി കിടക്കത്തുള്ളൂ. ആനി 50 കിലോ, ഞാൻ 50 കിലോ, 100 കിലോ. ഇത് താങ്ങുമില്ലയോ നമുക്ക് നോക്കാം. ഫൈനലൗട്ട് നിങ്ങൾ നോക്കിക്കോ ഗൈസ്. ഗൈസ് നമ്മൾ ഒരു സെറ്റ് വലുത് വെച്ച് ഇനി നമ്മൾ അടുത്ത സെറ്റ് വലുത് വെക്കാൻ പോകുന്നത്. ഈ വലുത് വെക്കുന്നതിന്റെ റീസൺ ഗൈസ് എനിക്ക് നീന്താറിനൂടാ. ഞാൻ പറഞ്ഞ എന്നെ സേഫ്റ്റിക്ക് പൊത്തി നിർത്തണം. അപ്പിനാണെങ്കിൽ നീന്തിയെങ്കിലും അവൻ പിടിച്ചു തീർക്കാം, അഥവാ വന്ന് വീണ. എനിക്ക് നീന്താന്ന് പറഞ്ഞൂടാ, അവൻ രക്ഷിക്കത്തില്ല എന്നെ. കണ്ട ഇവൻ ഇപ്പോഴേ ഉറങ്ങി നിൽക്കണം. ഇതാണ് ശരിക്കുള്ള നമ്മുടെ ബേസ്. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലത്തെ രണ്ട് സൈഡിൽ വെക്കുമ്പോഴത്തേനും അതൊരു ബോട്ടിന്റെ ഷേപ്പ് ആവും. ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിരിക്കും. നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ കറണ്ട് പോയി, പക്ഷെ നമ്മൾ ഇവിടെ കൂടെ തളരില്ല, നമ്മൾ ചെയ്യും. ഞാൻ ചാടി വരും. കറക്റ്റ് സമയത്തിന് കറണ്ട് വന്ന് നമ്മൾ റോപ്പ് കെട്ടാൻ പോകുന്നു. റോപ്പ് കെട്ടി തന്നെ ടൈറ്റ് ആക്കണം. നമ്മൾ ബോട്ടിലൊക്കെ എല്ലാം സെറ്റാക്കി ഫിറ്റാക്കി ടൈറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊങ്ങി നിൽക്കൂല, നമുക്ക് നോക്കാം. വെള്ളത്തിൽ നിൽക്കും, എന്നെ അഭിനെ താങ്ങുമായിരിക്കും. താങ്ങണം, അത് താങ്ങാനാണ് നമ്മൾ ഇത്രയും ബോട്ടിൽ ടൈറ്റാക്കി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ എന്റെ വെയിറ്റ് താങ്ങണ്, നിന്നാ താങ്ങണ്, അപ്പൊ ഇരുന്നാ വീണ്ടും താങ്ങും. അമ്മ ഇതുപോലെ ഒന്നും ഞാൻ വെള്ളത്തിലാണ്, എനിക്ക് പേടി. എനിക്ക് നീന്താറുണ്ട് ഗൈസ്, എന്നാലും നീന്താൻ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബോട്ട് സെറ്റ് ചെയ്യുന്നത് ഗൈസ്. എങ്ങനെ നമുക്ക് ഈ ബോട്ടിനെ കുറച്ച് ഭംഗിയാക്കണം, ബ്യൂട്ടി ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ റൂം ഇവർ ഹൈഡ് ചെയ്യാൻ യൂസ് ചെയ്തില്ലേ തെർമോക്കോള്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിസൈൻ ഒക്കെ ചെയ്ത് ഒന്ന് ബ്യൂട്ടി ആക്കി എടുത്താലോ. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് ഞാൻ നേരത്തെ ആടി കളിച്ച പോലെ നിന്ന് ആടി കളിക്കണം. ഇത്തിരി ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബോട്ടിന്റെ ഷേപ്പ് ആക്കാം. നമ്മൾ തെർമോക്കോള് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കുന്ന സമയം 3:09. ഞങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തെർമോക്കോളും കൊണ്ട് പീസസ് എല്ലാം സെറ്റ് ചെയ്ത് പക്ക ബോട്ടിന്റെ സാധനം ചെയ്ത്, പക്ഷെ ഞങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു OG സാധനം കിട്ടത്തില്ല, നമ്മൾ ബോട്ടിലൊക്കെ വെച്ചതിനെ കാണത്തില്ല. ഞങ്ങൾ വിചാരിച്ച് ഈ ടാർപ്പ മാത്രം വിരിച്ച് അങ്ങനത്തെ ഒരു സാധനം സെറ്റ് ചെയ്താലോ, അത് ഇത് വേണോ അത് വേണോ എന്നൊരു കൺഫ്യൂഷൻ ഇരിക്കും. എന്തായാലും ഇപ്പം ഞങ്ങൾ ചെയ്യുന്നില്ല, നാളെ രാവിലെ നമുക്ക് ചെയ്താലോ. നമ്മുടെ ബോട്ട് ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് വെള്ളത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മുടെ കാറിനകത്ത് ഇത് കയറും ഇല്ലേ നോക്കാം. ഇത് അത്യാവശ്യം വലുതാണ്. പൊക്ക് ഇച്ചിരി കൂടെ സീറ്റ് ഫ്രണ്ടിലാക്കി കഴിഞ്ഞാൽ ഇത് കയറും. സത്യം പറഞ്ഞാൽ ഇത് ടാറ്റ കർവ് എന്ന് മാത്രമേ പേരുള്ളൂ, ഞങ്ങളുടെ പെട്ടിയേട്ടയാണ്. വണ്ടി വാങ്ങിച്ചിട്ട് ആദ്യത്തെ ഒരു 4-5 മാസം സൂപ്പർ വണ്ടി. ഇതിപ്പോ ലോറിയാണ്, എല്ലാ സാധനങ്ങളും ഇതിനകത്താണ് ഇവിടുത്തെ കൊണ്ടുപോകുന്നത്. എനിക്കും കയറി കിടക്കാമെന്ന് തോന്നുന്നു. ബോണറ്റിന്റെ ഫ്രണ്ടിലിരുന്ന് ഓടിക്കണ പോലെ ഇരിക്കുന്നു. നമ്മൾ ടാർപ്പ് കൊണ്ട് ഇതിന്റെ മേലെ കെട്ടാൻ പോകുന്നു. എങ്കിലേ നമ്മൾ ഇരിക്കുമ്പോഴത്തേനും വെള്ളം മേലെ വരാണ്ടിരിക്കത്തുള്ളൂ.
കറക്റ്റ് ബോട്ടിന്റെ സൈസായി. ഫുൾസ് എല്ലാം കെട്ടി കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രണ്ടിൽ മാത്രം കെട്ടിയാൽ മതി. നമ്മുടെ ബോട്ട് അങ്ങനെ ഫുള്ള് സെറ്റ് ആയി കഴിഞ്ഞ് ഇനി അതിന്റെ വഞ്ചി മാത്രം, പങ്കായം മാത്രം ഉണ്ടാക്കിയാൽ ഇത് വീട്ടിലെ വെജിറ്റബിൾ കട്ടിന്റെ ബാക്കി വന്ന സാധനമാണ്. വേസ്റ്റ് ആയിട്ട് വീട്ടിൽ കിടന്ന സാധനമാണ് വീണ്ടും വെച്ചാൽ പങ്കായം ഉണ്ടാകും. ബോട്ട് ഫുള്ള് റെഡിയായി. ഇനി വെള്ളത്തിൽ ഇറക്കിയാൽ മാത്രം മതി. കണ്ടാ സാധനം സെറ്റ്. പറയത്തില്ല നമ്മളാണ് ഉണ്ടാക്കിയെന്ന്. ഇതെന്തിനാന്നറിയോ? എനിക്ക് നീന്താൻ അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് പേടിയായതുകൊണ്ട്. അനി നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിൽ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കണം. നിനക്ക് നീന്താൻ അറിയാം, അഥവാ വീണാലും. എനിക്കറിയത്തില്ല, എനിക്ക് പേടി. എന്റെ അമ്മയ്ക്ക് ഞാൻ ഒരു പെൺമോളേ ഉള്ളൂ. എന്റെ അമ്മയ്ക്ക് മോളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. നിനക്ക് നീന്താൻ അറിയാമല്ലടാ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇത് എങ്ങനെ വരുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഓക്കെ ഇത് ഇങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാന്ന് തോന്നി. നമുക്ക് ലാസ്റ്റ് ആണ് ഈ ഐഡിയ ഒക്കെ ഞാൻ വന്ന് കണ്ടത്. നമ്മള് കോഴിക്കോട് നിന്ന് മലപ്പുറമാണ് വന്നത് പുഴ തേടി. നമുക്ക് കോഴിക്കോട് പുഴ ഒന്നും കിട്ടിയില്ല. നമ്മൾ മലപ്പുറത്ത് ഒരു കുളത്തിനാണ് വന്നത്. വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് എക്സ്പെരിമെന്റ് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ വെള്ളത്തെ ഒന്ന് ഇറക്കി നോക്കാം. ഫ്ലോപ്പ് ആവുകയല്ലേ നമുക്ക് നോക്കാം. ഇത് മുങ്ങിപ്പോന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അബിനാണ് ടെസ്റ്റ് ചെയ്യാൻ പോണ, ഞാൻ കേറുന്നില്ല, എനിക്ക് പേടി. മൈക്ക് കൂരി തന്നു, അബിന് ചിലപ്പോ വീണാലോ. കുറച്ച് ഫ്രണ്ടിൽ ബാലൻസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിൽ. അവൻ തിരിഞ്ഞാണിരിക്കുന്നത്, അവൻ മറച്ചിരുന്ന തിരിഞ്ഞിരി. കൊള്ളാം കേട്ടോ, സാധനം വർക്കാണ്. എനിക്ക് കയറണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പേടിയാവുള്ളൂ. സാധനം ഭയങ്കര സക്സസ് ആണ് കേട്ടോ. നമുക്ക് ഒരാളുടെ വെയിറ്റ് എന്തായാലും താങ്ങുന്നുണ്ട്, രണ്ടാളുടെ വെയിറ്റ് താങ്ങുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ആർക്കായി അടുത്ത ജോഷി ചേട്ടനെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അതെങ്ങനെ വർക്കിംഗ് ആണെന്ന് എനിക്ക് പേടിയാവും, ചിലപ്പോ വീണാലോ. നീന്താൻ അറിയാന്നുള്ളവർ കുളം കണ്ട ചാടും. അബിനിപ്പോ ചാടാൻ പോകുന്നു, നോക്കി ചാടണേ. ഒരാൾ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത്, ഇനി നമ്മൾ രണ്ടുപേരെ വെച്ചാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അബിന് ജോസിച്ചേട്ടൻ കയറാൻ പോകുന്നു. അവർ രണ്ടുപേരും നല്ല വെയിറ്റ് ഉണ്ട്, എന്നിട്ട് പോലും അത് താങ്ങിയത്. ഇനി ഞാൻ വിചാരിച്ചില്ല താങ്ങുമെന്ന്. അവർ രണ്ടുപേരും എന്ത് കോൺഫിഡൻസിലിരിക്കണം. അബിന് ഡൈവ് അടിക്കാൻ പോണ്. അബിനിപ്പോ ഡൈവ് അടിക്കും. രണ്ടുപേര് കയറി സക്സസ്ഫുള്ളി, അത് സക്സസ് ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 3 പേര് കയറ്റാൻ പോകുന്നു. കയറി. അതിപ്പോ വീഴും. അത് വീഴില്ല, ഇവര് ബാലൻസ് ചെയ്താൽ നിൽക്കും. ഇത് മുങ്ങി, ബാക്ക് മുങ്ങി. അവര് ബാലൻസ് ചെയ്യണോണ്ട് മാത്രം അത് നിൽക്കുന്ന, അല്ലെങ്കിൽ അത് എപ്പോഴേ പോയേനെ. സക്സസ്ഫുള്ളി അത് വീണ്. ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചത് വീഴാൻ. അടിയിലിരുന്ന ബോട്ടിലുള്ള സേഫ് ആയിട്ട് അങ്ങനെ ഇരിക്കണം, കറക്റ്റ് സ്റ്റിക്കായിരിക്കുന്നു.
ഇവര് മൊത്തത്തിൽ 200 അടുപ്പിച്ച് വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റ് അത് താങ്ങി. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അത് കണ്ട ആ സ്റ്റിക്കറിലും ബോട്ടിൽസിലും ആണോ നിൽക്കുന്നത്.